44/2 22 കിട്ടുന്ന ആ ചോദ്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. ഞാൻ മൈക്ക് ഓൺ ചെയ്തു തരാം. 44/2 എന്ന് 22 കിട്ടുന്ന ആ ചോദ്യം എന്തായിരിക്കും? The difference of the sum and difference of two numbers is 44, which is the least one. ആരാ പറഞ്ഞത്? Dana Jamal, Sidi Sahib. സീതി സാഹിബിലെ കുട്ടിയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കുട്ടികളോടും സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എന്താക്കണ 200-ലധികം കുട്ടികൾ വന്നു കഴിഞ്ഞാല് നമുക്ക് എല്ലാവരെയും കൂടി സംസാരിക്കാൻ പറ്റാത്ത പ്രയാസമുണ്ട്. ഏതായാലും നിങ്ങളുടെ എല്ലാം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, ID ഒക്കെ കാണുന്നുണ്ട്. ശരി, നമുക്ക് ആ ഒന്നാമത്തെ ചോദ്യത്തിൽ ആ കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. ഒന്നാമത്തെ ചോദ്യത്തില് 22 കിട്ടുന്ന ചോദ്യം ഇതായിരുന്നു. The difference of the sum and difference of two numbers is 44, which is the least one. അതിന്റെ ഉത്തരം ഈ 44 അങ്ങ് പകുതിയാക്കിയാൽ മതി. 22 ആണ്. രണ്ട് നമ്പേഴ്സ് കൂട്ടുക 22, അടുത്ത നമ്പർ 23 ചെറുത് 22 വലുത് 23. അത് കൂട്ടിയാൽ 45. അതിൽ നിന്ന് 22ഉം 23ഉം തമ്മിലുള്ള വ്യത്യാസമായ 1 കുറച്ചാൽ 44 കിട്ടുന്ന അവർ പറയുന്നത്. അതിന്റെ അർത്ഥം 44ന്റെ പകുതിയാണ് 22 എന്നതാണ്. അതായിരുന്നു ആ ചോദ്യം. ഇനി സീതി സാഹിബില് ഉള്ള കുട്ടി പറഞ്ഞു. ഇനി സെന്റ് ജോസഫ് തലശ്ശേരിയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ മുന്നോട്ട് വരാം, അവരെ ഞാൻ സഹായിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ സൂചന എന്താണ്? The sum of two numbers are 11/29 and their product. എന്താ പ്രസന്ന മനോജാണോ? എന്താ പേരെന്താ? സെന്റ് ജോസഫ് തലശ്ശേരി. ശരി, എന്താ പറയൂ, ആ കുട്ടീനെ പറയൂ. എന്താണ് Sum of two numbers are 11/29 and their product is 18. What are the numbers? അല്ല, രണ്ട് സംഖ്യകളുടെ പറയൂ. The sum of reciprocals of two numbers is 11/18. What is the sum of product of digits and sum of its digits? കുറച്ചുകൂടി അതൊക്കെ ശരിയാണെങ്കിലും കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. When digits of two-digit number are multiplied and they subtract the digit sum from it, what is the unit, please? റെഡിയായി വരുന്നുണ്ട്. ഇനി ഞാൻ കണ്ണൂരിലേക്ക് പോവാണ്. കണ്ണൂർ സെന്റ് തെരേസ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? സാറേ, ഞാൻ പറയാം. സെന്റ് തെരേസ സ്കൂൾ ഉണ്ടോ? സെന്റ് തെരേസ സ്കൂൾ കണ്ണൂർ. സാർ പറഞ്ഞോട്ടെ. പേരെന്താണ്? Two numbers multiplied equal to 18. Same number equal to 11. What is the sum of? നല്ല ഭാഷയിൽ ആ ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചോദ്യം ഇങ്ങനെ ഉണ്ടാക്കാം. രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും ഒരു രണ്ടക്ക സംഖ്യയുടെ അങ്ങനത്തെ ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ ഗുണനഫലവും ആ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും കൂടി കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യ തന്നെ ലഭിക്കുന്നു. The product of a two-digit number, the digit of the product of two-digit number and the sum is we get the two-digit number again. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകളുടെ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ ഗുണനഫലവും ആ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും തമ്മിൽ കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യയിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9 അവസാനിക്കുന്ന ഏതൊരു രണ്ടക്ക സംഖ്യയുടെയും അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാലും ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാലും ആ 9 അവസാനിക്കുന്ന ആ സംഖ്യയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എങ്കിൽ നേരത്തെ കുട്ടികൾ ചോദിച്ചതുപോലെ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എപ്പോഴും 9 തന്നെയായിരിക്കും. അപ്പൊ 9ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നു. 9ആയിട്ട് ബന്ധം. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഓഫ് ആക്കണം. മൈക്ക് വീഡിയോ ഒന്ന് ഒഴിവാക്കണേ. ആരോ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോ ഓഫ് ചെയ്യാം.
വീഡിയോ ഓഫ് ചെയ്തിട്ടില്ല എന്ന് തോന്നാലോ. ശരി, ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടി ആരാണ് പറയുന്നത്? ഒരു കുട്ടി മുന്നോട്ട് വരൂ. Sir. ആരും? ശരി ശരി ശരി. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഇതില് ഏതാണ് രണ്ട് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് പ്ലേസിൽ വരാത്തത്? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിൽ യൂണിറ്റ് പ്ലേസിൽ വരാത്ത ഒരു നമ്പർ ഇതിലുണ്ട്, അത് 4 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം 4 ആണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് 1നെ 2 കൊണ്ട് ഗുണിച്ചു 2, 2നെ 3 കൊണ്ട് ഗുണിച്ചു 6, 3നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ അവസാനം 2, 4നെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ ലാസ്റ്റത്തെ അക്കം 0. അപ്പം എപ്പോഴും അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 2ലും 6ലും 0ലും മാത്രമേ അവസാനിക്കൂ. അങ്ങനെയാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടത് ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി നേരത്തെ ഒരു കുട്ടി അയച്ചു തന്നൊരു ചോദ്യം, ആ ചോദ്യം ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. എല്ലാ ചോദ്യങ്ങളും ഇന്ന് ഉൾപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാല് നിങ്ങൾ അയച്ചു തന്ന കുട്ടികൾക്ക് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ ചോദ്യം ഞാൻ അയച്ചു തരാം. പിന്നെ എല്ലാ ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും അയച്ചു തന്ന എല്ലാം അങ്ങനെ വരണമെന്നില്ല. കുറെ കട്ടിയുള്ള ചോദ്യങ്ങൾ NTSC ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. 8ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, ചോദിക്കുന്നതിന് പരിധിയുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരും, എന്നാലും ചിലതൊക്കെ നമ്മൾ വിട്ടു കളഞ്ഞൂടാ. ഇവിടെ 2 രീതിയിൽ ഈ ചോദ്യം വരാം, മക്കൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, സ്ക്വയർ റൂട്ട് ഓഫ് 0.324 ഇൻറ്റു 0. കഴിഞ്ഞ വീഡിയോ കാണാത്തുണ്ട്, അത് 049 ഡിവൈഡഡ് ബൈ, ഇത് ശ്രദ്ധിക്കണേ പരീക്ഷക്ക്. ഈ ഡിവൈഡഡ് ബൈ കൊടുത്തപ്പോൾ ഈ റൂട്ട് ഇത് ബാധകമല്ല. റൂട്ട് 0021, ഈ 0.0021 റൂട്ടില്ല. മേലുള്ളതിന് മാത്രമേ റൂട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതേ സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു ചോദ്യം കണ്ടിട്ടുണ്ടാവും, 2ലും കൂടി റൂട്ട് ബാധകമാകുന്ന രീതിയിൽ ഈ റൂട്ടിന്റെ ചിഹ്നം ഇങ്ങോട്ട് താഴെട്ടാവും. പക്ഷെ ഇവിടെ അതില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇതെന്ത് ചെയ്യണം? ഇതിനുള്ള മാർഗം, ആദ്യത്തെ മാർഗം ഇതാണ്. 0.324 എന്ന് പറഞ്ഞാൽ അത് മക്കളെ 324/1000 ആണ്. 324/1000 നമുക്ക് ഇങ്ങനെ പറയാം, 0.324 ഇൻറ്റു 0.049 നമുക്ക് 49/1000 എന്നും എഴുതാം. അതിൻ്റെ ഉള്ളിലാണ് ഈ സ്ക്വയർ റൂട്ട് വരുന്നത്, കണ്ടോ? പിന്നെയോ അവസാനം ഇവിടെ 21 ഉണ്ട്. അവസാനം ബൈ 0.0021 എന്നാണ്. ഇനി നിങ്ങൾക്കറിയാം 324ന്റെ സ്ക്വയർ റൂട്ട് 18 ആകുന്നു. 49ന്റെ സ്ക്വയർ റൂട്ട് 7 ആകുന്നു. 2,000 തമ്മിൽ ഗുണിച്ചാൽ 6 പൂജ്യമുള്ള സംഖ്യ 10 ലക്ഷമാണ് വരുന്നത്. അതിന്റെ സ്ക്വയർ റൂട്ട് ആകട്ടെ 3 പൂജ്യമുള്ള 1000 തന്നെയാണ്. അതുകൊണ്ട് 2,000 തമ്മിൽ ഗുണിച്ചിട്ട് റൂട്ട് കാണാൻ നിങ്ങൾ നിൽക്കേണ്ടയില്ല. 1,000 ആയിരിക്കും റൂട്ടിൽ ഉണ്ടാവുക. അത് അവിടെയും കഴിഞ്ഞു. ഇനി ഡിവൈഡഡ് ബൈ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമുള്ള സംഖ്യയാണ് വന്നിരിക്കുന്നത്. അതിലെ ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 4 സ്ഥാനം ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്നത് അതിനെ 10,000 കൊണ്ട് ഗുണിക്കലാണ്. താഴെയുള്ള ഒരു കുട്ടിക്ക്, ഇളയ കുട്ടിക്ക് 10,000 റുപ്യന്റെ ഒരു ഉടുപ്പ് വാങ്ങി കൊടുക്കുമ്പോൾ മേലെയുള്ള കുട്ടിക്കും അതേ 10,000ത്തിന്റെ ഉടുപ്പ് വാങ്ങി കൊടുത്തു. താഴെയുള്ള ആള് 21 മാറാൻ ഇനി വലിയ പണിയൊന്നുമില്ല. 18/7 ഡിവൈഡഡ് ബൈ 1000 എന്ന് ഒന്നുകൂടിയും എഴുതിയിട്ട് അവസാനം ഇതങ്ങ് 21 ആവും. അത് നിങ്ങൾ പഠിച്ചതാണ്. അതിനാണല്ലോ 10,000 കൊണ്ട് ഗുണിക്കുന്നത്. ഇനി ഏകദേശം കഴിഞ്ഞു.
21 7 3 7 21 1 7 7. ഇനിയോ ഇവിടെ ഈ 18നെയും ഇതിനെയും കൂടി ഒന്ന് നോക്കുക. നോക്കിക്കോളൂ. 18 ഇതിനെയും കൂടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 6 3 18 കിട്ടും. ഇനി ഇവിടെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു 10,000 കൊണ്ടുള്ള ഗുണനം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉടുപ്പ് വാങ്ങി കൊടുക്കുന്നു പറഞ്ഞല്ലോ. ആ 10,000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയുള്ള ഈ 3 പൂജ്യവും ഇവിടെയുള്ള 3 പൂജ്യവും നമ്മൾ വെട്ടിയാൽ 6 × 10 മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. നമ്മുടെ ആൻസർ 60 ആകുന്നു. ഇത് മനസ്സിലായവർക്ക് യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. ഈ ചോദ്യം തന്ന കുട്ടി ഇതിലുണ്ട്. ആ കുട്ടിക്ക് ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ മതി. അടുത്ത നിങ്ങളുടെ ചോദ്യത്തിലേക്ക് പോകാം. എല്ലാ ചോദ്യവും ഞാൻ പറഞ്ഞില്ലേ ചർച്ച ചെയ്യാൻ സമയമില്ല. അത് കൊണ്ട് ഇനി നിങ്ങൾ അയച്ചു തന്ന ചില കുട്ടികൾ ഒരു പേജ് അങ്ങനെ തന്നെ അയച്ചു തന്നിട്ടുണ്ട്, ഏതോ ഒരു ഗൈഡ് നിർത്തിയിട്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ തളർന്നു പോകും. എല്ലാം കൂടി അങ്ങനെ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യതയുള്ള 1-2 ചോദ്യങ്ങൾ ഞാൻ അതിൽ നിന്ന് എടുക്കുകയാണ്. അതില് ഒരു ചോദ്യം ഇങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ശ്രദ്ധിച്ചോളൂ. സംഖ്യകളുടെ കൂട്ടൽ 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്നത് ഓർമ്മയുണ്ടോ എന്ന് നോക്കും. 11 12 13 പ്ലസ് ഡാഷ് 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 പ്ലസ് 110 പ്ലസ് 111 കൂട്ടിയാൽ എത്ര? അതിന്റെ അർത്ഥം 11 മുതൽ 111 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര എന്നാണ്. കണ്ടുപിടിക്കാനുള്ള 3 മാർഗങ്ങളിൽ ഒരു മാർഗമാണ് പറയാൻ പോകുന്നത്. ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ചോദ്യം ഞങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. മുഹമ്മദ് അർഷാൻ അത് സ്ക്രീൻ ചെയ്ത് കൊടുക്കണം. വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അത്തരം ഒരു ചോദ്യം നമുക്കൊന്ന് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. മുഹമ്മദ് അർഷാൻ കേട്ടില്ലേ? അതിന്റെ എളുപ്പ വഴി ഞാൻ പറഞ്ഞു കൊടുക്കും. വിവരിച്ചതിൻ്റെത് നീയും പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവിടെ 11 ആദ്യത്തെ സംഖ്യ. ആദ്യത്തെ സംഖ്യയായ 11 അവസാനത്തെ സംഖ്യയായ 111 ആദ്യം കൂട്ടിയാണ് വെക്കുക. അത് 122 ആകുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് 11 മുതൽ 111 വരെ എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ടെന്നാണ്. പല കുട്ടികളും 110 നിന്ന് 11 അങ്ങ് മൈനസ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല, അവസാനം 1 കൂട്ടണം. അതിനേക്കാൾ നല്ലത് തലേ ദിവസമുള്ള 10 അങ്ങ് കുറച്ച് എളിയ. 111 10 മൈനസ് ചെയ്താലാണ് 11 ഉൾപ്പെടുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇത് 101 ആകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 101ന്റെ പകുതി എടുത്തിട്ട് 122 കൊണ്ട് ഒരൊറ്റ കുടിക്കല്. ഏതെങ്കിലും ഒന്ന് ഇരട്ടസംഖ്യയാണ്. 101 നിങ്ങൾ പകുതിയാക്കണ്ട, 122ന്റെ പകുതിയാക്കാൻ സുഖമാണല്ലോ. 2 ഒരു പ്രാവശ്യം, 122 61 പ്രാവശ്യം. ഏതൊരു സംഖ്യയെയും 101 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം ആ സംഖ്യ 2 പ്രാവശ്യം എഴുതലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 61 61 6161 ഇതിന്റെ ഉത്തരം. ഇത് മനസ്സിലായവർക്ക് യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. അപ്പൊ നിങ്ങളുടെ എസ് കേട്ടാ മതി. ശരി, എസ് കേട്ടാൽ അതോടുകൂടി ഇറങ്ങി നിർത്തുക. ഇനി മുഹമ്മദ് റഷാൻ, നമ്മുടെ 2021 തോന്നുന്നു ആ ചോദ്യം വന്നിരിക്കുന്നത്. ആ ചോദ്യം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കാമോ? ചോദ്യം എന്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് വരച്ചു നോക്കട്ടെ. മുഹമ്മദ് റഷാൻ, ആ ചോദ്യം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കൂ മകനെ. ഒരു ലേശം കടുപ്പുള്ള ചോദ്യം എടുക്ക് പറ്റുമല്ലോ. നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. വരച്ചു. സ്ക്രീൻ ഷെയർ കൊടുത്തോ? ഞാനിങ്ങനെ വരയ്ക്കുന്നുണ്ട്. കുട്ടികളുടെ കയ്യിലെ ചോദ്യം ഉണ്ടാവും, ഇല്ലാണ്ടൊന്നും നിൽക്കൂല. അവരുടെ കയ്യിലെ ചോദ്യം ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് ഒരു വൃത്തത്തിന്റെ വ്യാസമാണ് ABC. ഓഹോ, ഡയമീറ്റർ. ABCD is a diameter. The diameter. Okay. ഒരു വൃത്തത്തിന്റെ വ്യാസം വരച്ചു കഴിഞ്ഞു. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അതങ്ങനെ വന്നോട്ടെ, ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്, മക്കളത് കാണുന്നുണ്ട്. ഇനി ABCD ഇതിന്റെ വൃത്തത്തിന്റെ വ്യാസമാണ്, ഡയമീറ്റർ ആണ്. ഇനി അവിടെ AB BC
CD. ഓഹോ, അപ്പൊ എ ഇവിടെ കൊടുത്തു. ആ പോയോ? ഓ ഓ ഓ ഓ ഓ എ ഇവിടെ കൊടുത്തു. എ. പിന്നെയോ ബി ഇവിടെ കൊടുത്തു. സി ഇവിടെ കൊടുത്തു. ടി ഇവിടെ കൊടുത്തു. അപ്പം എ ബി ബി സി സി ഡി ഇവർ പറയുന്നു ഇവരുടെ നീളം തുല്യമാണെന്ന്. ദ ലെങ്ത് ഓഫ് എ ബി ബി സി സി ഡി ആർ ഈക്വൽ എന്നും പറയുന്നു. എല്ലാം തുല്യമാണെന്ന് പറയുന്നു. പിന്നെ അടുത്ത ഒരു പ്രശ്നം ഇവർ പറയുന്നത് എന്താന്ന് നോക്കിക്കോളെ. ഇവിടെ എ ബി ബി ഡി എന്നിവയുള്ള അർദ്ധവൃത്തങ്ങൾ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് എത്തുന്നുണ്ടെങ്കിൽ നോക്കിക്കോളെ. ഇവിടുന്ന് ഒരു ചിത്രം ഞാൻ ഇങ്ങനെ അങ്ങ് കൊടുക്കണേ. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം, അതുകൊണ്ട് അങ്ങ് തരുന്നത്. ഇങ്ങനെ കൊടുത്തു, ഇതങ്ങോട്ട് ഷെയ്ഡ് ചെയ്തു. നിങ്ങളെടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 2000 ഏത് വർഷത്താണ് അത്? 2021 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എടുത്തുവെച്ചോളി. 2021 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എടുത്തുവെച്ചോളി. ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തേക്ക. ആ ചോദ്യം അവിടെ ഉണ്ട്. മുഹമ്മദ് അർഷാൻ സ്ക്രീൻ ഷെയർ ചെയ്തോ? ഇനി ചെയ്യണ്ടേ? ചിത്രം പോരെ? ആ ചിത്രം മതി. 1 സെന്റിമീറ്റർ ആരമുള്ള എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആരം 1 സെന്റിമീറ്റർ ആണ്. ആരം എന്ന് പറഞ്ഞ റേഡിയസ്. ഈ റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ് എ ബി സി ഡി. വ്യാസം എന്ന് പറഞ്ഞ ഡയമീറ്റർ. എ ബി ബി സി സി ഡി ഇവ തുല്യമാണ് പോലും. അപ്പം എ ബിയും ബി ഡിയും എന്നിവയുള്ള അർദ്ധവൃത്തങ്ങൾ ഉപയോഗിച്ചാണ് ഷെയ്ഡ് ചെയ്ത ചിത്രം വരച്ചിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത ചിത്രത്തിന്റെ ചുറ്റളവ് എത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ള ചുറ്റളവ് എത്ര? ഈ ചുറ്റളവ് എത്രയാണെന്നാണ് ചോദ്യം. മൈക്ക് ഓൺ ചെയ്യുന്നു. ഇത് വിശദീകരിക്കണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. എന്ത് പറയാം? നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത്തരം ചോദ്യത്തിന് ഒരു എളുപ്പ വഴിയുണ്ട്. ആ എളുപ്പ വഴി നിങ്ങൾ ആദ്യം ഈ ഓപ്ഷൻ ഒന്ന് നോക്കിക്കോളെ. ഓപ്ഷനിൽ എന്തെല്ലാം കൊടുത്തു നോക്കാം. എന്തെന്നാ മുഹമ്മദ് റഷാൻ ഓപ്ഷനിൽ കൊടുത്തത്? ഓപ്ഷൻ എ 2 pi centimeter. 2 pi centimeter. Second option 2 pi by 3 centimeter. ഓപ്ഷൻ ബി 2 pi centimeter by 3 അല്ലേ? പിന്നെ 3 by 2 centimeter. 3 pi ഇല്ലേ? by 2 അല്ലേ? സെന്റിമീറ്റർ. 4 pi by 3 centimeter. by 3 centimeter. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു ചോദ്യത്തിനും വലിയ കട്ടിയുള്ള ചോദ്യം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇനി മുഹമ്മദ് റഷാൻ അല്ലെങ്കിൽ ഞാൻ മറ്റു കുട്ടികളോട് ചോദിക്കട്ടെ, ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ കാണാനുള്ള സൂത്രവാക്യം എന്താണ്? 2 pi r. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 2 pi r എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചുറ്റളവ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇങ്ങോട്ട് വരച്ചാലും കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ആർ എന്ന റേഡിയസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ചിത്രത്തിൽ 1 സെന്റിമീറ്റർ എന്ന്. ആർ എന്ന റേഡിയസ് നിങ്ങൾക്ക് 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ വൃത്തത്തിന്റെ ചുറ്റും ഇത് ഇങ്ങോട്ട് വന്നാലും ഇത് തന്നെയാണ്. ആ രീതിയിലാണ് ഇത് വളച്ചു ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 × π × 1 ആണ് ഉത്തരം. ഇതിൻ്റെതും അതാണ്. 2 × π × 1 ആണ് ഉത്തരം. കാരണം ഇത് തിരിച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുത്താലും ഈ വൃത്തം പൂർത്തിയാകും. അതിന്റെ അർത്ഥം 2 π തന്നെയാണ് നമ്മുടെ ഉത്തരം.
2 pi സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഇതാണ് ഇതിന്റെ എളുപ്പമാർഗം. നിങ്ങൾക്ക് എത്രത്തോളം ദഹിച്ചിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. മുഹമ്മദ് റഷാദ് ഇനി അതിന്റെ മറ്റു വഴി പറഞ്ഞോളൂ. ഓക്കെ സാർ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 2 pi r ആണ് നമ്മുടെ ഈ സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല. അപ്പം സെമി സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 2 pi r by 2, അതായത് pi r ആണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം നമുക്ക് AD എന്ന സെമി സർക്കിളിന്റെ പെരിമീറ്റർ കാണാം. AD എന്ന സെമി സർക്കിളിന്റെ പെരിമീറ്റർ നമ്മൾ നോക്കുമ്പോൾ pi r എന്ന് കിട്ടുമ്പോൾ നമുക്ക് pi r നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് 1 ആണ്. pi r എന്ന് പറയുമ്പോൾ 1 pi ആണ്. ശേഷം നമുക്ക് AB എന്ന സെമി സർക്കിളിന്റെ പെരിമീറ്റർ കാണാം. AB എന്ന സെമി സർക്കിളിന്റെ പെരിമീറ്റർ നമുക്കറിയാം AB ഈസിക്കൽ ടു BC ഈസിക്കൽ ടു CD എന്നാണ്. അതായത് ABയും BCയും CDയും സർക്കിളിന്റെ ഡയമീറ്റർ 2 ആണ്. അതായത് റേഡിയസ് 1 ആകുമ്പോൾ ഡയമീറ്റർ 2 ആയിരിക്കും. അപ്പം അതിനെ കൃത്യം 3 ഭാഗമായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതായത് 2/3 ആണ്. അപ്പോൾ അതിന്റെ റേഡിയസ് AB എന്ന ചെറിയ സെമി സർക്കിളിന്റെ റേഡിയസ് 2/3/2 ആണ്. അതായത് 1/3 ആണ്. അപ്പോൾ pi r ചെയ്യുമ്പോൾ 1/3 ഒരു മിനിറ്റ് നടക്കട്ടെ. ഞാൻ ആദ്യം മോനോട് ചോദിക്കുന്നത്, നമുക്ക് ആദ്യം അറിയേണ്ടത് അതാണല്ലോ. AB കാണുന്നതിന് മുമ്പ് ഇത് മാത്രം എത്രയായിരിക്കും സർ? 1 pi. അതെങ്ങനെയാ കിട്ടുന്നത് സാർ? നമ്മൾക്ക് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ആണ് 2 pi r. അപ്പൊ സെമി സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 pi r by 2 അല്ലേ? 2 pi by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 pi r by 2. ഇത് പയ്യനല്ലേ സാർ? 2 pi r by 2 ആണ്. അത് 2 pi r by 2 എത്രയാണ്? അപ്പം pi r നമുക്ക് ഉത്തരം കിട്ടും. പിന്നെ അടുത്തത്, അപ്പൊ r എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? പറ, r എത്രയാണ് സാർ? 1 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാകുമ്പോ pi r വരുമ്പോ എത്ര വരും? അത് 1 pi. 1 pi എന്ന് പറഞ്ഞാൽ പൈ തന്നല്ലേ? ശരി, അതവിടെ പ്ലസ് ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോന്ന്. ഇനി AB മോൻ പറഞ്ഞെടുക്കാം, പിന്നെ BD എടുക്കാം. ഇങ്ങനെ എടുത്തു വരുമ്പോൾ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോടെ. ഇങ്ങനെ എടുത്തു വരുമ്പോൾ ഇനി ഒന്ന് തുറന്നോളൂ, ശ്രദ്ധിക്കട്ടെ, ഞാൻ ഇടപെടാം. ഓക്കെ. AB എന്ന സെമി സർക്കിളിന്റെ പെരിമീറ്റർ നമുക്ക് കാണണമെങ്കിൽ pi r ചെയ്യുമ്പോൾ ABയുടെ നീളം, ABയുടെ റേഡിയസിന്റെ നീളം 1/3 ആയിരിക്കും. pi r ചെയ്യുമ്പോൾ 1/3 pi എന്ന ആൻസർ നമുക്ക് കിട്ടും. അതിനുശേഷം BD എന്ന വലിയ സെക്കൻഡ് ലാർജസ്റ്റ് സെമി സർക്കിളിന്റെ ഇത് ചെയ്യുമ്പോൾ pi r ചെയ്യുമ്പോൾ നമുക്ക് 2/3 pi എന്ന് കിട്ടും. 1/3 pi പ്ലസ് 2/3 pi ഈക്വൽ ടു 1 pi. നേരത്തെ നമുക്ക് AD എന്ന ഏറ്റവും വലിയ സെമി സർക്കിളിന്റെ പെരിമീറ്റർ 1 pi കിട്ടിയിരുന്നു. ആ പൈനോട് 1 pi കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 2 pi എന്ന ആൻസർ ലഭിച്ചു. അത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് 2 pi ആണ്. ഓക്കെ, അത് ഇനി മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. നേരിട്ട് വിളിച്ചിട്ട് എഴുതി അറിയിച്ചു തരാം. ചില സമയത്ത് ഓൺലൈനിൽ തന്നെ തിരിയണമെന്നില്ല സംഭവങ്ങളൊന്നും. ഇനി ഒരു കുട്ടി അയച്ചെന്ന വേറൊരു ചോദ്യം, എല്ലാ ചോദ്യവും ചർച്ച ചെയ്യാൻ സമയമില്ല. മറ്റൊരു ചോദ്യം ഇതാണ്. 19ാം നൂറ്റാണ്ടിന്റെ ഒരു വർഷത്തിൽ ഡി മോർഗൻ എന്ന ഗണിത ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഈ വർഷത്തിന്റെ വർഗമൂലമാണ് ഇപ്പോഴത്തെ എന്റെ വയസ്സ്. എങ്കിൽ അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്താണ്. ഒരു കുട്ടി അയച്ചു തന്നുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ എല്ലാ വീഡിയോ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. 19ാം നൂറ്റാണ്ടിന്റെ ഇൻ an year in 19th century, the mathematician De Morgan, ഇവിടെ എത്രാമത്തെ ഏത് വർഷത്തെ ചോദ്യം? 2022 ചോദ്യമാണ്. 2022 ചോദ്യം. 2022 ചോദ്യം ഇതാണ്. 19ാം നൂറ്റാണ്ടിന്റെ ഒരു വർഷത്തിൽ De Morgan remarked, my age is now the square root of this year. When was he born? അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? എനിക്ക് ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ഇത് ചോദിക്കാനുള്ളത്. ഇതിൽ ചെറിയ ട്രിക്ക് ഉണ്ട് ഈ ചോദ്യത്തിൽ. ഒന്ന്, ഞാൻ നിങ്ങളോട് പറയുന്നു, വരുന്ന വർഷം 2025 അല്ലേ? ആണ്. എല്ലാ കുട്ടികളും മൈക്ക് ഓൺ ചെയ്ത് പറയാനുള്ള അവസരത്തിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. കുട്ടികൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നത്.
എന്താ മിണ്ടാത്ത എന്താണ് മിണ്ടാത്തത്? യെസ്, മിണ്ടുന്നുണ്ട്. 2025 എന്ന വർഷത്തിൽ ഞാൻ നിങ്ങളോട് പറയും, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചു. 2025 എന്ന വർഷത്തിൽ മുഹമ്മദ് റഷാൻ 2025 ഒരു സ്ക്വയർ നമ്പർ ആണോ, പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ്? 45. 45 എന്ന സംഖ്യയുടെ സ്ക്വയർ ആണ് 2025. അടുത്ത വർഷം ഞാൻ നിങ്ങളോട് പറയുന്നു 2025 എനിക്ക് 45 വയസ്സായി എന്ന്. 2025 വർഷത്തിൽ എനിക്ക് 45 വയസ്സായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി നിങ്ങളോടുള്ള എന്റെ ചോദ്യത്തിന് നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യുക, വിളിച്ച് പറയരുത്. പെട്ടെന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ ഞാൻ പറയുന്നതിന്റെ മറുപടി പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം. ആരും വിളിച്ച് പറയരുത്. ചോദ്യം ഇതാണ്. ഒന്നുകൂടി ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു. 2025 എനിക്ക് 45 വയസ്സായി എന്ന് ഞാൻ പറയുന്നു. എങ്കിൽ ഞാൻ ജനിച്ചത് എപ്പോഴാണ്? കമന്റ് ചെയ്തു. 1980. പറഞ്ഞല്ലോ, വിളിച്ച് പറയുന്നത് പിന്നെ 1980. ശരി. ആ കുട്ടികള് ഈ 2025 നിന്ന് 45 കുറച്ചതല്ലേ മുഹമ്മദ് റഷാൻ? 2025 45 കുറച്ചാൽ ആ കുട്ടികൾ പറഞ്ഞ ശരിയാണ്, 1980 ജനിച്ചത്. ശരിയാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ട്രിക്ക് ഉണ്ട് ഈ ചോദ്യത്തിൽ. അതുകൊണ്ടാണ് ചോദ്യം ശരിക്കും വായിച്ചു നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ആൻസർ എഴുതിയേക്കണം. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 19ാം നൂറ്റാണ്ടിന്റെ ഒരു വർഷത്തിൽ ഡിമോർഗൻ പറഞ്ഞിരിക്കുന്നത് ആ വർഷത്തിന്റെ വർഗമൂലമാണ്, സ്ക്വയർ റൂട്ടാണ് ഇപ്പോഴത്തെ എന്റെ വയസ്സ്. ഏത് വർഷമാണ് ഞാൻ ജനിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്റെ ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ ഇദ്ദേഹം മനസ്സിലാവും. 1892 1806 1849 1936 ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ക്വയർ നമ്പേഴ്സ് 2 എണ്ണേ ഉള്ളൂ. പെർഫെക്റ്റ് സ്ക്വയർ, കാരണം വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ക്വയർ നമ്പേഴ്സ് 2 എണ്ണമാണ്. മുഹമ്മദ് റഷാൻ എന്തുകൊണ്ടാണ് ഈ 1936 നമ്മൾ പരിഗണിക്കണ്ട എന്ന് പറയാൻ കാരണം? അത് 19th സെഞ്ചുറി അല്ല. അതായത് 19ാം നൂറ്റാണ്ടിന്റെ ഒരു വർഷത്തിൽ എന്ന് പറയുമ്പോൾ ഈ 1936 ആകുമ്പോൾ ഏത് നൂറ്റാണ്ടിലേക്ക് പോയി? 20ലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് ഇയാളല്ല. പിന്നെ ഒരു സ്ക്വയർ നമ്പർ ഉള്ള സാധനം ഇയാൾ മാത്രമേ ഉള്ളൂ. കുട്ടികൾ ഉടനെ ഇതങ്ങ് സെലക്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഈ 1849 കുട്ടികൾ സെലക്ട് ചെയ്തിട്ട് ഉത്തരവും മാർക്ക് ചെയ്തു. അതിന്റെ അർത്ഥം 1849 അദ്ദേഹം ജനിച്ചത്. 1849 അദ്ദേഹം പറഞ്ഞതാണ്. ആ 1849 അദ്ദേഹത്തിന് എത്ര വയസ്സേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 1849 സ്ക്വയർ റൂട്ട് എത്രയാണ്? മൈക്ക് ഓൺ ചെയ്യുന്നു, നിങ്ങൾക്കും പ്രതികരിക്കാം. 1849 സ്ക്വയർ റൂട്ട് 43 ആണ്. 1849 എന്ന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ച വർഷം കിട്ടില്ല മക്കളെ. 2025 എന്ന് ഉത്തരം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഞാൻ ജനിച്ച വർഷം കിട്ടില്ല മക്കളെ. അപ്പോൾ 1849 നിന്ന് നിങ്ങൾ എത്ര മൈനസ് ചെയ്യണം എന്ന കാര്യം ഒന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു പറയൂ. ഞാൻ എത്ര മൈനസ് ചെയ്യണം? 43 മൈനസ് ചെയ്യണം. 43 മൈനസ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ അതാ അവിടെ റെഡിയിൽ കിടക്കുന്ന. എത്രയാണ് നിങ്ങളുടെ ആൻസർ? എല്ലാവരും ഒന്നുകൂടി ആ ആൻസർ ഉറക്കെ പറയും. 1806 ആണ്. 240 കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്.
നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ ചോദ്യങ്ങളും ഇപ്പൊ ചെയ്യാൻ സമയമുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ കൂടെ പേരൻസോ ടീച്ചേഴ്സോ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ ഫോണ് കൊടുത്തിട്ട് അവര് പ്രതികരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഈ ക്ലാസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നിങ്ങളുടെ പേരൻസ് ആണ്. കാരണം ഓൺലൈൻ ക്ലാസ്സിലും അല്ലാതെയൊക്കെ അവരുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ദയവ് ചെയ്ത് മക്കൾ പ്രതികരിക്കാതെ നിങ്ങളുടെ കൂടെയുള്ള പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കൂ. അവർക്ക് ഇപ്പോൾ സംസാരിക്കാം. ഉണ്ടോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. യെസ്, പറയൂ. ആരാണ്? ഞാൻ മാനന്തവാടി GHSലെ നാജിഹ തസ്നീയുടെ അമ്മച്ചിയാണ്. ഗുഡ് ഈവനിങ് സാർ, ഞാൻ എഡ്ജിന്റെ അമ്മയാണ്. ഒരു മിനിറ്റ്. ആ അമ്മ പറയട്ടെ. ഏത് സ്കൂള്? മാനന്തവാടി GVHS. GVHSലെ കുട്ടിയുടെ അമ്മയാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഈ ക്ലാസ്സിനെ പറ്റി കേട്ടോ? എന്താണ് പറയാനുള്ളത്? വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. നല്ല ഉപകാരമുള്ള ക്ലാസ് ആയിരുന്നു. മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമായി. കുട്ടികളെ കൂടെ ഇരിക്കാറുണ്ടോ നിങ്ങള്? ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇരിക്കാറുണ്ട്. അവള് മദ്രസ പോയാൽ ഞാൻ കേൾക്കും ക്ലാസ്സുകള്. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞു. അവൾക്ക് സംശയങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കും. ഞാൻ എന്റേതായ രീതിയിൽ അറിയുന്നത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്റെ ഈ വാക്ക് ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക്, നമുക്ക് 10ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്ക് കണക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് 9ലെയും 10ലെയും ക്ലാസ്സുകൾ ഉൾപ്പെടുത്തി 8ാം ക്ലാസ്സിലെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്ത് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് നേരിട്ട് വിളിക്കാം. ഇനി ഏതെങ്കിലും രക്ഷിതാക്കള് എന്തെങ്കിലും അവർക്ക് കുട്ടികളുടെ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഗുഡ് ഈവനിങ് സർ. പേര് പറഞ്ഞാൽ മതി. ഞാനോ? ആഷിൽ ഷിബി. ഏത് സ്കൂളാ കുട്ടി? മടപ്പള്ളി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളാണ് അല്ലേ? ശരി. അതെ അതെ. എന്താണ് പറയുന്നത്? പറയൂ. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. നല്ല ഉപകാരപ്രദമായ ക്ലാസ്സാണ് സാറിന്റെ ക്ലാസ്. നാളെ എവിടെ വെച്ചിട്ടാണ് നിങ്ങളെ കുട്ടിയുടെ സെന്റർ എവിടെയാ? തിരുവങ്ങൂർ HSS. തിരുവങ്ങൂർ. ഓക്കെ, ശരി. കൂടെ ഇരിക്കാറുണ്ട്. ഞാൻ ഈ ബഹളം വരുന്നതുകൊണ്ട്, കുട്ടികളുടെ ബഹളം വരുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും രക്ഷിതാക്കൾക്ക് പ്രതികരിക്കാണ്ട്. കുട്ടികളുടെ കൂടെ നിങ്ങൾ എത്രത്തോളം ഇരിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ഗുണമാണ്. മാറ്റ് പേപ്പറിൽ ഇന്നലെ ഞാൻ അയച്ചിരിക്കുന്ന 1-2 ചോദ്യങ്ങൾ കുട്ടികൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് റഷാൻ. ആ ചോദ്യം ഞാൻ ഇവിടെ എഴുതുകയാണ്. 2, 3, 6, 7, 14, 15 ഡാഷ് എത്രയാണ് അടുത്ത ഉത്തരം? സാറേ, അടുത്ത ഉത്തരം 30. എങ്ങനെയാണ് ആ 30 കിട്ടുന്നത് മുഹമ്മദ് റഷാൻ? സാറേ, 2ലേക്ക് 1 കൂട്ടിയാൽ 3, 3ന്റെ ഡബിൾ ആണ് 6, 6ലേക്ക് 1 കൂട്ടിയാൽ 7, 7ന്റെ ഡബിൾ 14, 14ലേക്ക് 1 കൂട്ടിയാൽ 15, 15ന്റെ ഡബിൾ 30. അതാണ് അതിന്റെ എളുപ്പമാർഗം. വേറെയും മാർഗങ്ങളുണ്ട്. വേറെന്താ മാർഗം എന്നറിയാമോ? ഇല്ല സാറേ. 2, 3, 6, 7, 14, 15 അങ്ങനെയും പോയിക്കൂടെ? എങ്ങനെയും പോകാം. ശരി, ഇന്നലെ അയച്ചതില് ഒരു ചെറിയ ഒരു ചോദ്യം. ആ ചോദ്യം ബോർഡ് മാസമായിട്ട് ബന്ധപ്പെട്ടാണ്. ബോർഡ് മാസം കിട്ടാത്ത കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. 16 × 8 ഡിവൈഡഡ് ബൈ 4 - 3 + 9 എത്രയാണെന്നാണ് ചോദ്യം. അതിനൊരു ചെറിയ പ്രശ്നം ഇവർ പറയുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പ്ലസ് എവിടെ കാണുന്നുവോ അതിന്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ആക്കണമല്ലോ. മൈനസ് എവിടെ കാണുന്നുവോ അവിടെ ഡിവിഷൻ ആക്കണം പോലും, ഡിവൈഡ്. ഇനി ഡിവിഷൻ നിങ്ങൾ എവിടെ കാണുന്നുവോ അത് നിങ്ങൾ പ്ലസ് ആക്കണം പോലും. ഇനി മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ എവിടെ കാണുന്നുവോ
അത് മൈനസ് ആക്കണം പോലും. അങ്ങനെ ആവുമ്പോൾ ഈ ചിത്രം ഒന്ന് മാറ്റി എഴുതി പിടിക്കണം. ചിഹ്നമിടാതെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് പേജിൽ 6, 16, 8, 4, 3, 9 എന്ന് ചിഹ്നമിടാതെ എഴുതുന്നു. അതിനുശേഷം ചിഹ്നം നോക്കുന്നു. എന്തൊക്കെയാ ചിഹ്നങ്ങൾ? ഈ പ്ലസ് എവിടെ കാണുന്നുവോ അത് ഇൻറ്റു ആക്കണം. അപ്പൊ പ്ലസ് എവിടെ കാണുന്നുവോ ഇൻറ്റു ആക്കണം. ഇത് ഇൻറ്റു. മൈനസ് എവിടെ കാണുന്നുവോ അത് ഹരിക്കണമാക്കണം. അതിങ്ങനെ. ഓഹോ. ഇനി ഹരണം നിങ്ങൾ എവിടെ കാണുന്നുവോ അത് പ്ലസ് ആക്കണം. ഇൻറ്റു എവിടെ കാണുന്നുവോ ആ ഇൻറ്റുവിന് നിങ്ങൾ മൈനസ് കൊടുക്കണം. തീർന്നില്ല പ്രശ്നം. ബോർഡ് മാസ് പറയുന്നു ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ഓർഡർ ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പൊ സബ്സ്ട്രാക്ഷൻ ലാസ്റ്റ് ഓപ്പറേഷൻ ആണ്. എന്തെങ്കിലും ആട്ടെ നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ ബ്രാക്കറ്റും ഇല്ല, ഓർഡർ ഓഫ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഡിവിഷൻ ഇങ്ങ് പിടിക്കുക. അപ്പോൾ ഡിവിഷൻ, അപ്പൊ അതിങ്ങനെ എഴുതേണ്ടി വരും. 16 - 8 + 4/3 × 9 എന്ന് എഴുതുക. ഇനി ഒരു എളുപ്പമുണ്ട്. 4/3 9 കൊണ്ട് ഒരൊറ്റ വെട്ടിച്ചിരിക്കല്. 1 3 3 9 3 പ്രാവശ്യം. പിന്നെ അത് മാറ്റി പിടിക്കുക. 16 കുറയ്ക്കണം 8 കൂട്ടണം 4 ഗുണിക്കണം 3 എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4നെ 3 കൊണ്ട് ഗുണിക്കുക. കാരണം പിന്നെ മൾട്ടിപ്ലിക്കേഷനാ പ്രാധാന്യം കൊടുക്കേണ്ടി. 12. 16ൽ നിന്ന് 8 കുറച്ചു 12 കൂട്ടി. ഇങ്ങനെ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിങ്ങള് മൈനസും പ്ലസുമാണ് മക്കളെ വരുന്നതെങ്കിൽ, കൂട്ടുന്നതും കുറയ്ക്കുന്നതാണ് വരുന്നതെങ്കിൽ ഏതാദ്യം ഉണ്ട് നിങ്ങൾ നോക്കണ്ട. അവിടെ നിങ്ങൾ ബോർഡ് മാസ് അപ്ലൈ ചെയ്യേ വേണ്ട. ഏതാണോ ആദ്യം കാണുന്നത് ഇവിടെ മൈനസാ കാണുന്നത്. ബോർഡ് മാസ് പറയുന്നത് അഡിഷൻ ചെയ്യണം എന്നൊക്കെ ആണെങ്കിലും നിങ്ങൾ മൈനസും പ്ലസും ആണ് വരുന്നതെങ്കിൽ ആദ്യം 16 നെട്ടം കുറച്ചൊക്കെ 8. ആ 8ന്റെ കൂടെ ഒരു 12 ഒറ്റ കൂട്ടല് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും മുഹമ്മദ് റഷാൻ? 20. അപ്പൊ നമ്മുടെ ഉത്തരം 20 ആണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറക്കെ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം എല്ലാവർക്കും. ശരി മക്കളെ, 8 മണിയായി. നിങ്ങൾ ഇനിയും ചോദ്യങ്ങൾ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം ഇപ്പൊ ഞാൻ തരുന്നില്ല. സമയമില്ലാത്തതുകൊണ്ട് അതിന് ചോദ്യങ്ങള് ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് ആ ചോദ്യം ഇട്ടുതരാം. എന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് തന്നെ അത് ഷെയർ ചെയ്ത് കിട്ടിക്കോട്ടെ. ഇനി ഇതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നത് എന്താ ചോദ്യം? എ മൊബൈൽ ഫോൺ ഹാസ് 4-digit number lock. How many attempts be made to unlock the first 2 numbers are 3 and 8? അത് മുമ്പത്തെ ക്ലാസ് പറഞ്ഞതാണ്. ഒരു മൊബൈൽ ഫോണിന് ഒരു 4 അക്ക നമ്പർ ലോക്ക് ഉണ്ട് പോലും. ആ 4 അക്ക നമ്പർ ലോക്കില് ആദ്യത്തെ നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 3ഉം 8ഉം. അവസാനത്തെ നമ്പേഴ്സ് 2ഉം കിട്ടണമെങ്കിൽ എത്ര തവണ, ഇത് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഈ എത്ര തവണ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് ഈ സംഭവം, ഈ മൊബൈൽ ഫോൺ ഒന്ന് തുറന്നു കിട്ടാൻ. ഇത് അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ 10 എണ്ണമാണല്ലോ. ആ 10 എണ്ണം എത്ര തവണ, 2 0 കൊടുക്കാം, 2 1 കൊടുക്കാം, 2 2 കൊടുക്കാം, ഇത് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് എത്ര തവണ ശ്രമിക്കേണ്ടി വരും ഈ മൊബൈൽ ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്യാൻ എന്നുള്ള കാര്യം ഉറക്കെ വിളിച്ച് പറയാം നിങ്ങൾക്ക്. 100. മുഹമ്മദ് റഷാൻ മനസ്സിലായ? അത് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? 100 ആണ് ആൻസർ. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം ഇതൊന്നും പറയുന്നില്ല, അതുകൊണ്ട് 100 ആണ് ആൻസർ. ആ 100 കിട്ടി എങ്ങനെയാണ്? ഓക്കെ, ഇവിടെ നമുക്ക് ഒരു 4 അക്ക സംഖ്യയാണ് തന്നിരിക്കുന്നത്. 4 അക്ക സംഖ്യയാണ് നമുക്ക് ലോക്കായിട്ട് വേണ്ടത്. ആദ്യത്തെ 2 സംഖ്യകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, 3ഉം 8ഉം. മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് 10 ഡിജിറ്റ്സ്
അവിടെ അറ്റൻഡ് ചെയ്യാം. നാലാമത്തെ കോളത്തിലും 10 ഡിജിറ്റ്സ് അറ്റൻഡ് ചെയ്യാം. മൂന്നാമത്തെ കോളത്തിന്റെ കൂടെ ഒരു ഡിജിറ്റിന്റെ കൂടെ നാലാമത്തെ കോളത്തില് 4 ഡിജിറ്റ്സ് നമുക്ക് 10 ഡിജിറ്റ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 10 × 10 ആണ് ഇവിടെ ഉത്തരം ആയിട്ട് വരുന്നത്. അപ്പൊ 100 ആണ് ആൻസർ. 10 × 10 100 ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ 2 ഡിജിറ്റ് അങ്ങ് ഒഴിവായിക്കൊണ്ടാണ്ട് എത്ര വരും? ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്തോട്ടെ, മറ്റു കുട്ടികളെടുത്ത് പറയും നോക്കട്ടെ. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ പറഞ്ഞത്. ചോദ്യം ക്ലിയർ ആയില്ല തോന്നുന്നു. ശരി, എന്തെങ്കിലും ആട്ടെ, അടുത്തതിലേക്ക് പോകാം. എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ, ഈ ചോദ്യം ഒരു കുട്ടി അയച്ചതെന്നാണ്, അത് ഞാനിപ്പം ചെയ്തു കഴിഞ്ഞു. ഇനി മനസ്സിലാക്കില്ല എന്ന് നേരിട്ട് വിളിക്കട്ടെ. പിന്നെയും ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വളരെ അത്യാവശ്യമുള്ള ചോദ്യങ്ങളാണെങ്കിലും വളരെ ക്ലിയർ ആവാത്താണെങ്കിലും നേരിട്ട് എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ഇത്രയും ചോദ്യങ്ങളുണ്ട്, അപ്പൊ എല്ലാം ചെയ്യാൻ നമുക്ക് ഇന്ന് സമയമില്ല. ഇന്നലെ ഞാൻ തന്ന ചോദ്യത്തിന്റെ ചോദ്യം കൂടി ഇങ്ങോട്ട് തന്നെ എനിക്ക് തന്നെ തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് അറിയില്ല എന്താ പറഞ്ഞത്, നോക്കിക്കോളൂ. ഒരു ഫിഗർ ഇങ്ങനെ വരച്ചു, ഒന്നിങ്ങനെ വരച്ചു, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ട് താഴ്ത്തി. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇത് രണ്ടെണ്ണോടി വേറെ ഉണ്ട് എന്ന് അവർ പറയുന്നത്. അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വട്ടത്തിൽ ആക്കുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് പോയോ കോപ്പി പേസ്റ്റ് കൊടുത്തു, പേസ്റ്റ് ഒന്നുകൂടി പേസ്റ്റ് കൊടുത്തു. അപ്പൊ 3 ശരി. എന്തൊക്കെയാ സംഖ്യകൾ നോക്കട്ടെ. മുഹമ്മദ് റഷാൻ ഇവിടെ പച്ചമശി കൊണ്ട് എഴുതാം. 2 4 20 3 9 90 1 5 ഡാഷ്. അവിടെ എത്രയാ വേണ്ടെന്നാണ്? 26. എങ്ങനെയാ കിട്ടുന്നത് സാറേ? മേലെയുള്ള 2ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറും കൂട്ടുമ്പോൾ 20 കിട്ടും. അതേപോലെ നമുക്ക് ലാസ്റ്റ് തന്നിരിക്കുന്നത് 1ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും കൂട്ടുമ്പോൾ 26. 4ന്റെ സ്ക്വയറും 16 അല്ലേ? അതെ. 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4, 16 4 കൂട്ടിയാൽ 20. അങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ? ശരി ശരി ശരി. അപ്പൊ മക്കളെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ചോദ്യങ്ങൾ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ അയച്ചു തന്ന കുട്ടികൾക്ക് ഇത് തിരിച്ചയച്ചു തരാം, ഇതിന്റെ മറുപടി ഒക്കെ. അതിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ പറ്റൂല. 1-2 ചോദ്യങ്ങളൊക്കെ ഞാൻ പരിഗണിച്ചിട്ട് നിങ്ങൾ 9 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അയച്ചു തരാം. എന്നിട്ട് അതിനുശേഷം കിട്ടാത്ത വളരെ പ്രധാനപ്പെട്ട പിടുത്തം കിട്ടാത്ത ചോദ്യമൊക്കെ ആണെങ്കിൽ ഒന്നുകൂടിയും എനിക്ക് അത് നോക്കാം. അത് നല്ലൊരു ചോദ്യമാണ്. 3 സംഖ്യകളുടെ ആ ചോദ്യം ഒന്ന് നോക്കാം മുഹമ്മദ് റഷാൻ. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, അതും വരാൻ സാധ്യതയുള്ളതാണ്. ശരാശരിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ ഓരോന്ന് പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം എന്താന്ന് പറഞ്ഞാല്, ഇതിന് സമാനമായ ചോദ്യം ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഏതൊരു വർഷം ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് വായിക്കാം. ദ ആവറേജ് ഓഫ് 3 numbers ഈസ് 66. 3 സംഖ്യകളുടെ ആവറേജ്, ശരാശരി, അത് 66 ആണ്. The first number is second times the second number and third times of third number എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, എയും ബിയും കൂടി കൂട്ടി 3 കൊണ്ട് വെച്ചാൽ 66 എന്ന് പറഞ്ഞു. A plus B plus C is equal to 66-നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മുഹമ്മദ് റഷാൻ? 198. 198. അതോടെ എഴുതാം. ഇനി ഇവിടെ ഒരു പ്രശ്നം, ഇത് എ ബി സി എന്ന് കൊടുക്കും. എക്ക് നമുക്ക് തൽക്കാലം ചെയ്യാം. ഈ സി എന്നതിന് പകരവും എ എന്നതിന് പകരവും ഇതിനൊക്കെ ഒന്നിച്ച് എ എന്ന് തന്നെ കൊടുക്കാം. ആദ്യത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ. പക്ഷെ ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്. അവസാനത്തെ സംഖ്യ 2 ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ എത്രയാണ്? രണ്ടാമത്തെ സംഖ്യ 3 ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ ഇവർ പറഞ്ഞ പ്രകാരം എത്രയാണ് മുഹമ്മദ് റഷാൻ? 6.
അപ്പൊ അവർ പറഞ്ഞ ഇക്വേഷൻ റെഡിയായി. അതായത് ആദ്യ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ്, അത് മൂന്നാമത്തെ സംഖ്യയുടെ 3 മടങ്ങ്. അപ്പൊ 6a + 3a + 2a ആണ് 198. 6 3 9 2 11a ആണ് മക്കളെ 198. a is equal to 198/11 എത്രയാണ്? 18. 18. അപ്പം എയുടെ വില 18 കിട്ടിയല്ലോ. അപ്പം നമ്മളോട് ചോദിച്ചത് ആദ്യത്തെ സംഖ്യയിൽ നിന്നാണ്. ആദ്യത്തെ സംഖ്യ 6 × 18 ആയിരിക്കും. 6 × 18 എത്രയാണ്? 108. 108. ആദ്യത്തെ സംഖ്യ 108 ആണ് ഉത്തരം. 108 ഓപ്ഷൻ ഉണ്ടല്ലോ. രണ്ടാമത്തെ സംഖ്യ 3 × 18 അതെത്രയാണ്? 3 × 18 സാറേ 54. 54 അല്ലേ? സാർ അതന്നെ പറഞ്ഞു. ആ, മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 36. 36. നോക്കൂ നിങ്ങൾ, ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടി, അത് മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടി, എല്ലാം കൂടി കൂട്ടിയ 198. ഇതിങ്ങനെ കണ്ടുപിടിക്കുക. അപ്പം അതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഇനി പവറായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആ ചോദ്യത്തിന് ഒരു ചോദ്യം കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തരാം, ശ്രദ്ധിക്കുക. പവറായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഒന്ന് ഇങ്ങനെയും ചോദിക്കാം. 10 3/10 പ്ലസ് എത്രയാണ് 3/11? അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. 3/10നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക? അത് 3/1 കൊണ്ട് ഗുണിച്ചാലാണ്. അതാണ് 3/11 കിട്ടുക. 3/1 എന്ന് പറഞ്ഞാൽ അത് 3 തന്നെയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 3/10 3 തവണ എഴുതി കൂട്ടുക എന്നതാണ്. 3/10 + 3/10 ആണ്. 3 തവണ കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൽ 3/10 ഒരു തവണ വന്നു. 2 3/10 കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് 2 × 3/10 ആയിരുന്നുവെങ്കിൽ അത് 3/11 ആയേനെ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ റെഡിയാണ്. 2 × 3/10 ആണ്. ഇനി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. അയച്ചു തന്ന ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് ഒന്നിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാം കൂടി ചെയ്തു തരാൻ സമയമില്ല. വളരെ അത്യാവശ്യത്തിന് നിങ്ങൾ അവിടുന്ന് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്താൽ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ആ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ വോയിസ് ആയിട്ട് ഇട്ട് തരാം. അതിനുശേഷം നിങ്ങൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മാത്രം വിളിക്കുക. 9:30-10 മണിക്കുള്ളിൽ ഇന്ന് കിടന്ന് ഉറങ്ങുക, നന്നായിട്ട് ഉറങ്ങുക. നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക്, പരീക്ഷാ ഹാളിലേക്ക് പോകുക. അരമണിക്കൂർ മുമ്പെങ്കിലും പരീക്ഷാ ഹാളിൽ എത്തുക. പേരൻസ് വരുന്നുണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടുക. യൂണിഫോം ഇടണമെന്ന് സ്കൂൾക്കാർക്ക് പറയുകയാണെങ്കിൽ യൂണിഫോം നിർബന്ധമായിട്ട് ഇട്ട് പോകുക. പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കരുതുക. കാരണം നിങ്ങളുടെ 2 ബോൾ പോയിന്റ് പേന കരുതണം. OMR ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്പർ തെറ്റിക്കാതെ OMR ഷീറ്റിലേക്ക് മാർക്ക് ചെയ്യണം. OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ നേരത്തെ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഇപ്പൊ നമുക്ക് 108, ഓപ്ഷൻ എ 108, ഒന്നാമത്തെ ഓപ്ഷൻ 108. ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 54, മൂന്നാമത്തത് 6, നാലാമത്തത് 15. ഇങ്ങനെ ഒരു ചോദ്യം. ഇതിൽ ആൻസർ 108 ആണെന്ന് വിചാരിക്കുക. ആ 108 നിങ്ങൾ നീല വശി കൊണ്ട് ബബിൾ ചെയ്തു, അല്ലെ കറുപ്പ് വശി ബബിൾ ചെയ്തു. ജൂലൈ മാസം മുതൽ എൻ്റെ കൂടെ നിന്ന എല്ലാ കുട്ടികളുണ്ട്. അടുത്ത ദിവസം കയറി ഇന്നും ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്. എല്ലാ മക്കൾക്കും ഞങ്ങളുടെ വിജയാശംസകൾ നേരുകയാണ്.